ഹലോ എവരിബഡി. ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പിയസ്റ്റ് സൺഡേ, ഇത് സൺഡേ ആണല്ലോ, നല്ല ഒരു ഹോളിഡേ വിഷ് ചെയ്യുന്നു. അതിനോടൊപ്പം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു വിഷയമാണ്. എന്ന് വെച്ചാൽ ഇപ്പം അവിടെ നാട്ടിൽ മഴ സ്റ്റാർട്ടായി, അവിടെ ഇടവപ്പാതിക്ക് സ്റ്റാർട്ടായി. ബട്ട് ഇയർ ഇൻ മുംബൈ, ഇത് സിറ്റി ആണല്ലോ, ഇവിടെ കണ്ടുമാനം പോപ്പുലേഷനാണ്. ഇവിടെ ഇപ്പോഴും നല്ല കഠിനമായ നല്ല വേനൽക്കാലം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെയും മഴ ഒന്നും വീണിട്ടില്ല ഇവിടെ. അപ്പം ഇവിടെ നാട്ടിൽ വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ല എന്നല്ല, കേരളത്തിൽ ഇത്രയെല്ലാം മഴ ഉണ്ടായിട്ടും തന്നെ അവിടെ നല്ല ഷോർട്ടേജ് ഉണ്ട്, എനിക്കറിയാം. അപ്പം വറവ് കാലത്ത് നല്ല ഷോർട്ടേജ് ഉണ്ട്. ബട്ട് ഇവിടെ മഴയെന്ന് പറഞ്ഞാൽ മാത്രം 3 months ഇവിടെയുള്ളൂ റെയിനി സീസൺ. ദാറ്റ് ഈസ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ കാണുമായിരിക്കും. സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് മഴയൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ പറയണേ, ഇത്രയും പോപ്പുലേഷനുള്ള ഈ സ്ഥലത്ത് നമുക്ക് വെള്ളം വേണ്ടേ? എല്ലാവർക്കും വെള്ളം വേണം. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറയണേ ഇതാണ്, നമ്മൾ അൺനെസറിലി ഫ്രീ കിട്ടുന്നതാണല്ലോ, അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചിട്ട് വെള്ളം വെറുതെ വേസ്റ്റ് ചെയ്യല്ലേ. വെള്ളം കഴിവതും നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഡ്രോപ്പ് പോലും നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യല്ലേ. കാരണം ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി, നടന്നു പോകുന്ന സമയത്ത് റോഡിൻ്റെ അരിയിൽ കൂടെയൊക്കെ ഉള്ള ചില പൈപ്പുകളൊക്കെ തുറന്നു കിടക്കുവാണ്, വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ആരും ബോധർ ചെയ്യുന്നില്ല. അത് ശരിയല്ല. ഞാൻ എന്നെയും കൂടിയാണ് പറയുന്നത് കേട്ടോ, നിങ്ങൾക്കും അല്ല. അപ്പം നമ്മൾ അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും അതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടിട്ടേ അവിടെ നിന്ന് പോകാവൂ. നമ്മൾ വെള്ളം പ്രിസർവ് ചെയ്യണം. അതുപോലെ മഴയുണ്ടാകാൻ വേണ്ടി നമ്മൾ ട്രീ ഒക്കെ, ഇവിടെയാണെങ്കിൽ കോൺക്രീറ്റ് ജംഗിളാണ്, ട്രീ ഒക്കെ അറ്റ്ലീസ്റ്റ് പ്ലാന്റേഷൻ ചെയ്യണം. പ്ലാന്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 6 months ഒരു പ്ലാന്റ് നമ്മൾ പ്ലാൻ ചെയ്താലും സോ മെനി പോപ്പുലേഷൻ എത്ര നല്ല ഗ്രീനറി ആകും ഇവിടെ. അപ്പം മഴയും ധാരാളം കിട്ടും. ഇപ്പം പണ്ട് പെയ്തുകൊണ്ടിരുന്ന മഴയുടെ പകുതി പോലും ഇല്ല ഇവിടെ. ആദ്യമൊക്കെ ഇവിടെ 4 months കംപ്ലീറ്റ് റെയിൻ ആയിരുന്നു. ബട്ട് ഇപ്പം വന്നിട്ടിപ്പം ഇറ്റ് ഈസ് ആക്ച്വലി ഇങ്ങനെ ഷോർട്ടായിട്ട് 2 months ഒക്കെ ആയി, 2.5 months ഒക്കെ ആയി. ഇങ്ങനെ പോയാൽ എന്താകും നാളെ? സോ ഫ്രണ്ട്സ്, ഇതൊരു ഉപദേശമല്ല, ഞാൻ എന്നെയും കൂടിയാണ് പറയണേ. നമ്മളെല്ലാവരും കൂടി ഒന്ന് പ്രയത്നിക്കണം, എന്നാലല്ലേ നമ്മുടെ നാടിന് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അപ്പം ശരി, ഇത്രയും പറയാനാണ് വന്നത്. ശരി, താങ്ക് യു.